ഹലോ, ഗുഡ് ഈവനിങ് ബ്യൂട്ടിഫുൾ സോൾസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ തിരക്കായിരുന്നു എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും കുട്ടികൾക്ക് സ്കൂൾ തുറന്നതുമായിട്ടും ഒക്കെ നല്ല തിരക്കായിരുന്നു. അതാണ് എനിക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും ഒരു റീഡിംഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് കപ്സും അതുപോലെ ദ എംപ്രസിൻ്റെ കാർഡാണ്. ഈ കാർഡുകൾ അതിൻ്റെ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഡീപ്പ് എംപതി, അതുപോലെ അബണ്ടൻസ്. മൂന്നാമത് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. അതിൻ്റെ പല മീനിങ്സും ഉണ്ട്. അതിലൊരു മീനിങ് എന്ന് പറയുന്നത് ബിട്രായലാണ്, അതിൻ്റെ വിഷമത്തിലാണ്. അതിനുശേഷം നമുക്ക് 10 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, അതാണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഈ 4 കാർഡും കൂടെ എനിക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇതൊരു സൈക്കിളാണ്. ഓക്കെ, ഒരു സൈക്കിള് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാർഡ്സും കൂടെ കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. അതിനുശേഷം കിട്ടിയത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. അതായത് സീക്രട്സ് ഉണ്ട്, എന്തൊക്കെയോ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം, നിങ്ങളെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കണം. ഗട്ട് ഫീലിങ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഗട്ട് ഫീലിങ്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും കറക്റ്റായിരിക്കും, നമ്മൾ പക്ഷേ അത് ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹീലാവും. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഹീലാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹീലാവും, പക്ഷേ എത്രയും പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. ഹീലായി കഴിയുമ്പോൾ ദർ വിൽ ബി എ ന്യൂ സ്പാർക്ക്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഹീലായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ മെസ്സേജ് എന്ന് പറയുന്നത് പക്ഷേ ഒരു പേജിൻ്റെ എനർജിയാണ്, പേജ് ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. പെട്ടെന്ന് നിങ്ങളിങ്ങനെ ഓർമ്മിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കണമെന്ന് തോന്നും. മിസ് ചെയ്യുമ്പോഴത്തേക്കും അയക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു DP കാണുമ്പോൾ പെട്ടെന്നൊരു ആകർഷണം തോന്നിയിട്ട് അയക്കുന്ന മെസ്സേജ്, ഒരു കോണ്ടാക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുള്ളൊരു എനർജി, അതൊക്കെയാണ് ഈ പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വളരെ പതുക്കെയാണ് നിങ്ങൾക്ക് ഉള്ള കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ആൾ തിരിച്ച് നിങ്ങളിലോട്ട് വരും, പക്ഷേ അത് വളരെ പതുക്കെയാണ്. പക്ഷെ നമുക്കിവിടെ ആശ്വസിക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റഡിയാണ്. പതുക്കെയാണെങ്കിലും സ്റ്റഡി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണൊരു എനർജി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയ കാർഡെന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ഒരുമിച്ച് ഈ എല്ലാ കാർഡും എടുത്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കാം ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്നുള്ളത്. അതിനുശേഷം നമുക്ക് കിട്ടിയ കാർഡെന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻസിൻ്റെ കാർഡാണ്. 4 ഓഫ് വാൻഡ്സിൻ്റെ കാർഡ്. ഫ്രണ്ട്സുമൊത്ത് ഒരു സെലിബ്രേഷൻ, സന്തോഷം. ചിലരൊക്കെ ഈ റീയൂണിയൻ, കാണാതിരുന്ന ചില ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ പണ്ട് കണ്ട് പിരിഞ്ഞ ആൾക്കാരുമായിട്ട് ഒരു കമ്പനിയൊക്കെ കൂടി നല്ല സന്തോഷിച്ച് പാട്ടൊക്കെ പാടുന്ന ഒരു എനർജി, അതും ഇവിടെ കാണുന്നുണ്ട്. ലാസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ജഡ്ജ്മെൻ്റാണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും വെച്ചിട്ട് ഒരു അനാലിസിസാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു റീബർത്ത് ഉണ്ടാവും. അപ്പോൾ ഫോർഗീവ് ചെയ്യുക. നമുക്കിവിടെ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്, റീബർത്തിൻ്റെത്. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം യു വിൽ ഹാവ് ഒരു റീബർത്ത്. കണ്ടോ, അത് റീബർത്തിൻ്റെ ഒരു സിമ്പിൾ വരുന്നത് കണ്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ കാർഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി തുടക്കത്തിൽ നല്ല ഡീപ്പ് എംപതിയോടുകൂടി, ഭയങ്കര ഒരു എംപതിയോടുകൂടി പരസ്പരമുള്ള ഒരു വിശ്വാസം, അങ്ങനെ പോയൊരു ബന്ധമാണ്. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ഫൂളാണ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് എംപതിയോടുകൂടി, ലവോടുകൂടി, അഫെക്ഷനോടുകൂടി
ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ കുറച്ച് കഠിനമായ രീതിയിൽ ഒരു എൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷം, ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ദൂരത്താണ്. അസാധ്യമല്ല, പക്ഷേ കുറച്ച് ദൂരത്താണ്. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു എനർജി, ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ കുറച്ച് ആത്മീയമായിട്ട് മുന്നോട്ട് പോവുക, എന്നിട്ട് ഹീലാവുക. നിങ്ങൾ ഹീലായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരും ഹീലാവുകയുള്ളൂ. മനസ്സിലായോ? ഹീലാകും, തീർച്ചയായിട്ടും ആകും. പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കഷ്ടപ്പാടുകളും തീർച്ചയായിട്ടും ഇതിനകത്ത് പരിശ്രമങ്ങളും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലോകത്തേക്ക് ഒന്ന് ചുരുങ്ങി ഒന്ന് ഹീലാവാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ ആരെയാണോ മിസ് ചെയ്യുന്നത്, ഇപ്പോൾ അവർക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാകും. എപ്പോഴും അവരെ അന്വേഷിച്ച് നടന്നിരുന്ന നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്നൊരു ചിന്ത, അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ചിന്ത, ഒരു ക്യൂരിയോസിറ്റി അവർക്ക് നിങ്ങളുടെ ഭാഗത്തേക്കുണ്ടാവും. ഓക്കെ, അതുണ്ടാകുമ്പോൾ നിങ്ങളുമായിട്ടൊന്നൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് എന്നിവ ചെയ്യാൻ അവർക്ക് തീർച്ചയായിട്ടും തോന്നും. നമ്മൾ എപ്പോഴും ഒരു ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക. ഒരിക്കൽ വായിച്ചു തീർന്ന പുസ്തകം പോലെ ഒരിക്കലും ആവാതിരിക്കുക. നമ്മുടെ ലൈഫ് ഒരാളുടെ മുന്നിലും അത്രയും അങ്ങ് ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ക്യൂരിയോസിറ്റി ഉണ്ടായാൽ മാത്രമേ കമ്മിറ്റ്മെൻറ്റ് പോലെ എന്തെങ്കിലും ആ ഭാഗത്ത് നിന്നും വരുള്ളൂ എന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ വന്നാൽ പോലും ഈ ഒരു കാർഡ് പേജ് ആൻഡ് നൈറ്റാണ്. രണ്ടും, പേജസ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും രണ്ടും പെട്ടെന്ന് ഒരു ആവേശത്താൽ വരുന്നതാണ്. ഒരു ഉറപ്പില്ല, വന്നതുപോലെ അങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത് ഈ ബന്ധത്തിൽ. അതിപ്പോഴുള്ള എനർജിയാണ്. നിങ്ങളുടെ പരിശ്രമത്തിന് ബേസ്ഡായിട്ട് നിങ്ങൾ ഹീലാവുമ്പോൾ ഈ ഒരു എനർജി മാറി വരും. കറണ്ട് എനർജി എന്ന് പറയുന്നത് പേജസ് ആൻഡ് നൈറ്റിൻ്റെ എനർജിയാണ്. ഇത് ഈ വീണ്ടുമുള്ളൊരു കണക്ഷൻ, ഒരു സെലിബ്രേഷനിലേക്കൊക്കെ പോകും. ഈ ക്യൂരിയോസിറ്റിയോടുകൂടി നിങ്ങൾ ഹീലായി കഴിയുമ്പോൾ ആൾ നല്ല ക്യൂരിയസ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇത് ഒരു വീണ്ടും ഒരു റീകണക്ഷനിലോട്ടും ഒരു സെലിബ്രേഷനിലൊക്കെ പോകും. ഒരു സോൾ ലെവൽ റീബർത്ത് ഉണ്ടാകും, അതായത് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകും. ഇതൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെ വെച്ചൊരു കർമ്മ അനാലിസിസ് പോലെ കാണുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം സൈക്കിൾസ് ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ സ്റ്റോപ്പായിട്ട് വീണ്ടും ഒന്നേന്ന് ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ തന്നെ ഒരു ന്യൂ വേർഷൻ ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ എൻഡാകുമ്പോൾ മാത്രമേ ചിലത് തുടങ്ങുള്ളൂ എന്ന് പറയുന്നില്ലേ, അതുതന്നെയാണ് ഇവിടെയും. ഇപ്പോഴുള്ള ഒരവസ്ഥ എൻഡായി കഴിയുമ്പോൾ, നിങ്ങൾ ഹീലായി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാവർക്കും അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് ആരുടെ എനർജിയാണോ ഏറ്റവും കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പ് വൈസ് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഒരു പെയിൻഫുൾ എൻഡിങ് നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഹീലാവണം. ഹീലായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ഓപ്പണിങ്സ് വരും, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അഗെയിൻ ഇറ്റ് വിൽ ഗോ ഫോർ എ റീസൈക്ലിംഗ്. വീണ്ടും ഒരു സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ ബന്ധത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് സെറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾക്കായി ക്ലെയിം ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.